അപ്പു നീ ദ്രോഹിക്കരുത് അമ്മ ചൊല്ലിനാൾ, ചിറ്റൂരപ്പൻ ആടുവാൻ എണ്ണ കൊണ്ടുപോവും പുഴുവല്ലോ. ചിറ്റൂരപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം മലയാളത്തിൻ്റെ പ്രിയ കവി വയലോപ്പിള്ളിയുടെ എണ്ണപ്പുഴുക്കൾ എന്ന കവിതയിലെ ഈ വരികൾ ഓർമ്മയിലെത്തും. കാവിയും കറുപ്പുമായ കണ്ണികൾ തൊടുത്ത പോൽ മുറ്റത്തെ മണ്ണിലൂടെ അരിച്ചു നീങ്ങുന്ന കമനീയമായ പുഴു. തെക്കൻ ചിറ്റൂരമ്പലത്തിലെ ശ്രീകൃഷ്ണന് വഴിപാടിന് എണ്ണയുമായി പോകുന്ന കാഴ്ച, അതാണ് കവി കാണുന്നത്. കവിത വായിച്ചത് എത്രയോ മുമ്പ്. അന്നു മുതൽ ആഗ്രഹിച്ചതാണ് ചിറ്റൂരപ്പനെ ഒന്ന് കാണണം. ആ ഘനശ്യാമ മോഹന കൃഷ്ണന് മുൻപിൽ തൊഴുകൈകളോടെ നമ്രശീർഷനായി ഒന്ന് നിൽക്കണമെന്ന്. എന്നാൽ കാലമായത് ഇപ്പോഴാണ്. ഒടുവിലെത്തി. പീതാംബരമുടുത്ത് ചതുർഭുജങ്ങളിൽ ശംഖുചക്രഗദാ പങ്കജങ്ങൾ അണിഞ്ഞ് കരുണാസമുദ്രമായി നിലകൊള്ളുന്ന സാക്ഷാൽ ചിറ്റൂരപ്പൻ്റെ തിരുസന്നിധിയിൽ. മഴനാരുകൾ നൂലിഴകളായി അരിച്ചിറങ്ങുന്ന പ്രഭാതം. പല വഴികൾ താണ്ടി ചിറ്റൂരെത്തുമ്പോൾ നാൽക്കവലയിൽ തന്നെ കണ്ണൻ്റെ തിരുനാമം ജപിച്ച് നിൽക്കുന്ന ആൽമരത്തെ കണ്ടു. അതിനെ പ്രദക്ഷിണം വച്ച് നീങ്ങുന്ന വാഹനങ്ങളെയും. ക്ഷേത്ര കവാടത്തിന് ഇടതുവശത്തായി അതാ മനോഹരമായൊരു കാളിയമർദ്ദന ശില്പം. കുനിയാത്ത ശിരസും കുലുങ്ങാത്ത കരളുമായി നിൽക്കുന്ന അഹന്തയുടെ കാളിയഭണത്തിൽ തൃച്ചേവടികൾ വച്ച് നൃത്തമാടുന്ന ഉണ്ണിക്കണ്ണൻ. ആ മനോജ്ഞ ശില്പത്തിനു പിറകിലായാണ് കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ചിറ്റൂരപ്പൻ്റെ ക്ഷേത്രം. ചിറ്റൂരപ്പനെ കാണാനുള്ള നടത്തം ഗുരുവായൂരിലേക്കുള്ള നടത്തമാണ്. ഗുരുവായൂരിൽ കാലദേശങ്ങൾക്ക് അതീതമായി നിർമുക്തവും നിത്യമുക്തവുമായി ജനങ്ങളുടെ ഭാഗ്യമായി വാണരുള്ളുന്ന ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ. ചിറ്റൂരമ്പലവും ശ്രീവൈകുണ്ഠമാണ്. എല്ലാ കുണ്ഠിതങ്ങളും അകറ്റുന്ന ആനന്ദചിന്മയനായ ഹരിയുടെ സന്നിധി. വിശാലമായ ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിച്ച് നടപ്പന്തലിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ക്ഷേത്ര നവീകരണത്തിൻ്റെ കൊച്ചു മാതൃകാശില്പം ഒരു ചില്ലുകൂടിൽ കണ്ടു. അവിടുന്ന് മുന്നോട്ട് നടന്ന് തുലാഭാരവും ദീപസ്തംഭവും കാഴ്ചക്കുലകളും കണ്ട് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ധ്വജസ്തംഭവും ദർശിച്ച് ബലിക്കൽപുരയിലൂടെ ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിച്ചു. ബലിക്കൽപുരയുടെ മച്ചിലുമുണ്ട് മരത്തിൽ കൊത്തിവച്ച ചിത്രപ്പണികൾ. വലിയമ്പലം കടന്ന് നമസ്കാര മണ്ഡപത്തിന് അടുത്തെത്തുമ്പോൾ പൊന്നുഗുരുവായൂരപ്പൻ്റെ കമനീയ രൂപം ചന്ദനം ചാർത്തി മന്ദസ്മിതാരുണ മുഖത്തോടെ കൊച്ചു ശ്രീകോവിലിനകത്ത് നിൽക്കുന്നത് കണ്ടു. വള്ളത്തോൾ പണ്ട് പാടിയതുപോലെ ഹന്ത കൈതൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞ് എന്ന് അറിയാതെ മനം ഉരുവിട്ടു. വിശാലമായ ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിച്ച് നടപ്പന്തലിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ക്ഷേത്ര നവീകരണത്തിൻ്റെ കൊച്ചു മാതൃകാശില്പം ഒരു ചില്ലുകൂടിൽ കണ്ടു. അവിടുന്ന് മുന്നോട്ട് നടന്ന് തുലാഭാരവും ദീപസ്തംഭവും കാഴ്ചക്കുലകളും കണ്ട് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ധ്വജസ്തംഭവും ദർശിച്ച് ബലിക്കൽപുരയിലൂടെ ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിച്ചു. ബലിക്കൽപുരയുടെ മച്ചിലുമുണ്ട് മരത്തിൽ കൊത്തിവച്ച ചിത്രപ്പണികൾ. വലിയമ്പലം കടന്ന് നമസ്കാര മണ്ഡപത്തിന് അടുത്തെത്തുമ്പോൾ പൊന്നുഗുരുവായൂരപ്പൻ്റെ കമനീയ രൂപം ചന്ദനം ചാർത്തി മന്ദസ്മിതാരുണ മുഖത്തോടെ കൊച്ചു ശ്രീകോവിലിനകത്ത് നിൽക്കുന്നത് കണ്ടു. വള്ളത്തോൾ പണ്ട് പാടിയതുപോലെ ഹന്ത കൈതൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞ് എന്ന് അറിയാതെ മനം ഉരുവിട്ടു.
ഭക്തർ അനേകമുണ്ട് ആ ദർശനത്തിനായി തിരുനടയിൽ. ശ്രീകോവിലിന് ഇരുവശവും കമനീയമായ ദ്വാരപാലകരുടെ ശില്പങ്ങളും. ശ്രീകോവിലിൻ്റെ മുൻഭാഗം സുവർണവർണ്ണത്താൽ അലങ്കൃതമാണ്. ചതുരശ്രീകോവിലിൻ്റെ മേൽഭാഗം ചെമ്പോലമേഞ്ഞതും. ഭഗവാനെ ദർശിച്ച് പ്രദക്ഷിണമായി നീങ്ങുമ്പോൾ മഹാദേവൻ്റെയും ഗണപതിയുടെയും ഉപദേവ പ്രതിഷ്ഠകളുണ്ട്. ബലിക്കല്ലുകളെല്ലാം പിച്ചള പൊതിഞ്ഞ് മനോഹരമാക്കിയിരിക്കുന്നു. പിറകുവശത്ത് എത്തിയാൽ ഭഗവാനുള്ള പൂജാപുഷ്പങ്ങളും ഹാരങ്ങളും ഒരുക്കുന്നത് കാണാം. അതിനരികിൽ തന്നെ വലിയൊരു ഛായാചിത്രമുണ്ട്. അന്വേഷിച്ചതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു, ഗുരുവായൂരപ്പ ഭക്തനായ മൂപ്പിൽ നാരായണൻ കർത്തയുടേതാണ് ആ ചിത്രമെന്ന്. കേരള ചരിത്രത്തിലെ നാടുവാഴികളിൽ ഒന്നായ ചേരാനല്ലൂർ സ്വരൂപത്തിലെ കുടുംബാംഗമായിരുന്നു നാരായണൻ കർത്ത. വലിയ ഗുരുവായൂരപ്പ ഭക്തനും. ഭജനവുമായി ഗുരുവായൂരിൽ അദ്ദേഹം കഴിഞ്ഞു വരവെയാണ് നാരായണൻ കർത്തയ്ക്ക് അധികാരം ഏറ്റെടുക്കുന്നതിന് ചേരാനല്ലൂരിലേക്ക് മടങ്ങി വരേണ്ടി വന്നത്. ഗുരുവായൂരിനെ വിട്ടൊഴിയാൻ മനസ്സുവരാതെ കർത്ത വിഷമിച്ചു നിൽക്കെ ഭഗവാൻ തന്നെ കർത്തയെ ആശ്വസിപ്പിച്ചു. വിഷമിക്കേണ്ട, കൂടെ ഞാനുണ്ടാകും. ആ ഓലക്കുടയിൽ കയറി ഞാനും അനുഗമിക്കും. അങ്ങനെയുള്ള യാത്രയിൽ ചിറ്റൂരെത്തിയപ്പോൾ അദ്ദേഹം ഓലക്കുട താഴെ വയ്ക്കുകയും പിന്നീട് അവിടെ നിന്നും എടുക്കാനാകാതെ വരികയും ചെയ്തു അത്രേ. അവിടെ അന്ന് അദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രമാണ് ചിറ്റൂരപ്പൻ്റേത് എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയായ ചേന്നാസ് മനയ്ക്കൽ നമ്പൂതിരിപ്പാടാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയത്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടന്നതെന്ന് പറയപ്പെടുന്നു. ഏറെക്കാലം ചേരാനല്ലൂർ സ്വരൂപത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്ന ഈ ക്ഷേത്രം പിൽക്കാലത്ത് കൊച്ചി രാജകുടുംബത്തിലെ രാമവർമ്മ മഹാരാജാവ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പരിപാലനത്തിലും. മഹാദേവൻ, ഗണപതി എന്നിവരെ കൂടാതെ അയ്യപ്പൻ, നാഗങ്ങൾ, ബ്രഹ്മരക്ഷസ്, ഭഗവതി എന്നീ ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട്. വിശാലമായ ഊട്ടുപുരയും അനുബന്ധ കെട്ടിടങ്ങളും മനോഹരമായ ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഭാഗമാണ്. പടിഞ്ഞാറേ ഗോപുരവാതിലിലൂടെ പുറത്തിറങ്ങിയാൽ ചെറിയൊരു ഹനുമാൻ കോവിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്താണ് അതിമനോഹരമായ ക്ഷേത്രക്കുളം. കുളപ്പുരയ്ക്കും കുളത്തിനും കുളിരേകുന്ന ആൽമരവും നമുക്കിവിടെ കാണാം. മണൽ വിരിച്ച മതിൽക്കകത്തും പുറത്തുമായി കാണപ്പെടുന്ന അരയാൽ വൃക്ഷങ്ങൾ ഈ ക്ഷേത്രത്തിന് ഒരു അലൗകിക ചാരുത നൽകുന്നു എന്ന് പറയാതിരിക്കാൻ ആകില്ല. ദിവസവും 5 പൂജകളും 3 ശിവേലികളുമുള്ള ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകളെല്ലാം തന്നെ ഗുരുവായൂരിലേതുപോലെയാണ്. ക്ഷേത്ര ജീവനക്കാരുടെ പെരുമാറ്റ മര്യാദകളും ഭക്തരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുക തന്നെ ചെയ്യും. എന്നും പ്രഭാതത്തിൽ 3 മണിക്ക് പള്ളി ഉണർത്തി 4 മണിക്ക് ക്ഷേത്രനട തുറക്കുന്നു. പിന്നീട് 11 മണിക്കാണ് നടയടയ്ക്കുന്നത്. വീണ്ടും വൈകിട്ട് 4:30 നട തുറക്കും. രാത്രി അത്താഴപൂജയും അത്താഴ ശിവേലിയും തൃപ്പുകയും കഴിഞ്ഞ് 8:30 നടയടയ്ക്കും. ഈ എത്ര കണ്ടാലും മതിവരാത്ത കമനീയ കാന്തിയാണ് ചിറ്റൂരപ്പന്. പദഭജനം ശ്രേയ എന്ന് പണ്ട് പട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞത് ഇവിടെയും യാഥാർത്ഥ്യം തന്നെ. ഗുരുവായൂരിൽ പോകാൻ ആകുന്നില്ലെന്ന കുണ്ഠിതം മനസ്സിലുണ്ട് എങ്കിൽ വരൂ ചിറ്റൂരിലേക്ക്. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ ഇവിടെ വൈകുണ്ഠനാഥനായി കുടികൊള്ളുന്നു. തീർച്ചയായും ആ ദർശന സൗഭാഗ്യം
ഭക്തർ അനുഭവിച്ച് അറിയാതെ ഇരിക്കുകയില്ല.